മീൻ അച്ചാർ ഇടുവാനായി നമ്മൾ എടുത്തേക്കുന്നത് വരാലാണ്. 1/2 കിലോ വരാലാണ് എടുത്തേക്കുന്നത്. അതിനാവശ്യമായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. വരാല് ഫ്രൈ ആയി എടുക്കുന്നതിന് വേണ്ടി 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനും കൂടെ നമുക്കിത് മിക്സ് ആക്കി എടുക്കാം. ഇനി മസാല പുരട്ടി വെച്ചേക്കുന്ന മീൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വെളിച്ചെണ്ണ നമ്മൾ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് മീനൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്തത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. മീനെല്ലാം നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിനുള്ള കൂട്ടുകളെല്ലാം ഒന്ന് ചേർക്കാം. നമുക്ക് അച്ചാർ ഇടുവാൻ വേണ്ടി നമ്മൾ ആ വറുത്ത് കോരിയ എണ്ണയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. 1 സ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കും. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന കായം 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒന്നര സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി. ഉലുവ നമ്മൾ നേരത്തെ ഇട്ടത് കൊണ്ട് 1/4 സ്പൂൺ ഉലുവാപ്പൊടിയെ നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ. നമ്മുടെ അച്ചാറിനുള്ള മസാല എല്ലാം നന്നായിട്ടൊന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം ഇതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വരാല് അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ഭരണിയിലോട്ട് ഇത് മാറ്റി കൊടുക്കാം.